നമസ്കാരം. അപ്പോൾ നമ്മൾ മാത്സിൻ്റെ അടുത്ത ക്ലാസ്സിലേക്ക് കടക്കുകയാണ്. അപ്പോൾ നമ്മൾ ഇത്ര ക്ലാസ്സിൽ, അതായത് കഴിഞ്ഞ ഒരു മൂന്നോളം ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞ കാര്യങ്ങൾ ഒന്നുകൂടി ക്രമമായി പറയുകയാണ് ആദ്യം തന്നെ. അപ്പോൾ നമ്മൾ ആദ്യം തന്നെ ഈ ചാപ്റ്ററിൽ പഠിച്ച കാര്യം എന്തെന്ന് വെച്ചാൽ സീക്വൻസിനെ കുറിച്ചാണ്. എന്താണ് സീക്വൻസ്, എന്താണ് ശ്രേണികൾ എന്ന് പറഞ്ഞത്. അപ്പോൾ നമുക്കറിയാം ശ്രേണികൾ എന്നാൽ എന്താണ്. ശ്രേണികൾ എന്ന് പറഞ്ഞാൽ ഒരു കൂട്ടം നമ്പേഴ്സ്, എന്തെങ്കിലും ഒരു നിയമപ്രകാരം എഴുതുന്ന ഒരു കൂട്ടം നമ്പേഴ്സ്, എന്തെങ്കിലും ഒരു നിയമപ്രകാരം. അതായത് 5 കഴിഞ്ഞാൽ 10, 10 കഴിഞ്ഞാൽ 15, അങ്ങനെയും പോവാം. അല്ലെങ്കിൽ 5, 15, 35, അങ്ങനെ എന്തെങ്കിലും ക്രമത്തിൽ എന്തെങ്കിലും ഒരു നിയമം, അതായത് പ്രൈം നമ്പേഴ്സ് 2, 3, 5, 7, അങ്ങനെ എന്തെങ്കിലും ഒരു നിയമപ്രകാരം പോകുന്ന കുറച്ച് നമ്പേഴ്സിനെ, ഒരു കൂട്ടം നമ്പേഴ്സിനെയാണ് സീക്വൻസ് അഥവാ ശ്രേണികൾ എന്ന് പറയുന്നത്. അതാണ് നമ്മൾ ആദ്യം തന്നെ പരിചയപ്പെട്ടത്. അതിൻ്റെ കുറച്ച് ക്വസ്റ്റ്യൻസ് ടെക്സ്റ്റ് ബുക്കിൽ ഉണ്ടായിരുന്നു. അത് ചെയ്തെന്ന് വിചാരിക്കുന്നു, നിങ്ങളെല്ലാവരും ചെയ്യുന്നു വിചാരിക്കുന്നു. അതിൻ്റെ ചെയ്തിട്ടില്ലാത്തവർ, എന്തെങ്കിലും ഡൗട്ടുള്ളവർക്ക് ആ ക്വസ്റ്റ്യൻസിൻ്റെ ആൻസേഴ്സ് ഇതിൻ്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നതായിരിക്കും. നിങ്ങൾ അത് കയറി കാണുക. അതേപോലെ തന്നെ അത് കഴിഞ്ഞ് നമ്മൾ പഠിച്ച രണ്ടാമത്തെ കാര്യമാണ് സീക്വൻസ് കഴിഞ്ഞു അരിതമാറ്റിക് സീക്വൻസ്, സമാന്തര ശ്രേണികളെ കുറിച്ചാണ് പഠിച്ചത്. എന്താണ് സമാന്തര ശ്രേണികൾ? സീക്വൻസും അരിതമാറ്റിക് സീക്വൻസും തമ്മിൽ വ്യത്യാസമുണ്ട്. ശ്രേണികളും സമാന്തര ശ്രേണികളും തമ്മിൽ വ്യത്യാസമുണ്ട്. ശ്രേണികൾ എന്ന് പറഞ്ഞാൽ എന്തെങ്കിലും ഒരു കൂട്ടം നമ്പേഴ്സിനെ എന്തെങ്കിലും ഒരു നിയമപ്രകാരം എഴുതുന്നത്. പക്ഷേ അരിതമാറ്റിക് സീക്വൻസ് അങ്ങനെയല്ല, സമാന്തര ശ്രേണി അങ്ങനെയല്ല. സമാന്തര ശ്രേണി എന്നാൽ എന്താണ്? ഒരു നമ്പറിൽ തുടങ്ങി, ഇപ്പോൾ 5 തുടങ്ങുന്നതെങ്കിൽ ഒരേ നമ്പർ തന്നെ കൂടണം. ഇപ്പം 3 കൂടുന്നതെങ്കിൽ 8, 11, 14, ഇങ്ങനെ ഒരേ നമ്പർ തന്നെ കൂടി പോകുന്ന ശ്രേണികൾക്കാണ്, അങ്ങനത്തെ സീക്വൻസിനാണ് നമ്മൾ എന്ത് പറയുന്നത്? അരിതമാറ്റിക് സീക്വൻസ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ രണ്ട് കാര്യങ്ങളാണ് ആദ്യം തന്നെ നമ്മൾ പഠിച്ചത്. അത് കഴിഞ്ഞ് നമ്മൾ പഠിച്ചത് അരിതമാറ്റിക് സീക്വൻസിനെ കുറിച്ച് മാത്രമേ നമുക്ക് ഈ ചാപ്റ്ററിൽ പഠിക്കാനുള്ളൂ. ഭൂരിഭാഗവും അരിതമാറ്റിക് സീക്വൻസിനെ കുറിച്ച് മാത്രമാണ് പഠിക്കാനുള്ളത്. അതിൻ്റെ ടേംസിനെ കുറിച്ചാണ്, അതിൻ്റെ ഓരോരോ അക്ഷരങ്ങൾ സൂചിപ്പിക്കുന്ന അക്ഷരങ്ങളെ കുറിച്ചാണ് പിന്നീട് നമ്മൾ പഠിച്ചത്. ആ പഠിച്ച കാര്യത്തിലാണ് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് ആ കാര്യത്തിലുള്ളത്. ഒന്നാമത്തെ കാര്യം എന്തെന്ന് വെച്ചാൽ നമുക്കറിയാം എഫ്, ഫസ്റ്റ് ടേമിന് എഫ് എന്നാണ് നമ്മൾ പറയുന്നത്. എല്ലാവർക്കും അറിയാം ഫസ്റ്റ് ടേം, ആദ്യ പദത്തെ നമ്മൾ എഫ് എന്നാണ് സൂചിപ്പിക്കാറ്. അതേപോലെ തന്നെ x1 എന്നും സൂചിപ്പിക്കാറുണ്ട്, എക്സ് എന്നും എഫ് എന്നും x1 എന്നും സൂചിപ്പിക്കാറുണ്ട്. രണ്ടാമതായി നമ്മൾ പഠിച്ചിരിക്കുന്ന കാര്യം എന്ന് വെച്ചാൽ എന്തായിരുന്നു? നിങ്ങൾക്കറിയാം എഫ് x1 കഴിഞ്ഞു, ഫസ്റ്റ് ടേം കഴിഞ്ഞു. അത് കഴിഞ്ഞാൽ കോമൺ ഡിഫറൻസ്. എന്താണ് കോമൺ ഡിഫറൻസ്? എന്താണ് പൊതുവ്യത്യാസം? കോമൺ ഡിഫറൻസ് എന്താണ്? കോമൺ ഡിഫറൻസ് ഇങ്ങനെ കൂടി നമ്പറിൽ തുടങ്ങി ഇങ്ങനെ കൂടി വരുന്ന സംഖ്യ, അല്ലെങ്കിൽ കുറഞ്ഞു വന്നാലും മതി കേട്ടോ. 100 തുടങ്ങുന്ന വെച്ചാൽ 5 കുറഞ്ഞ് 95, 5 കുറഞ്ഞ് ആ കുറഞ്ഞ് വരുന്ന സംഖ്യ, കുറയാണെങ്കിൽ -5 എന്നാണ് ഇടേണ്ടത്, കൂടുകയാണെങ്കിൽ പ്ലസ് സംഖ്യയാണ് ഇടേണ്ടത്. അങ്ങനെ ക്രമത്തിലായിട്ട് എഴുതണം. അതേപോലെ ആ കൂടി വരുന്ന സംഖ്യ അല്ലെങ്കിൽ കുറഞ്ഞു വരുന്ന സംഖ്യയ്ക്കാണ് നമ്മൾ എന്ത് പറയുന്നത്? കോമൺ ഡിഫറൻസ് അഥവാ പൊതുവ്യത്യാസം എന്ന് പറയുന്നത്. ഈ രണ്ട് കാര്യം വളരെ ഇമ്പോർട്ടൻ്റ് ആയ കാര്യമായിരുന്നു. അത് രണ്ടും പഠിച്ചു. അത് കഴിഞ്ഞിട്ട് നമ്മൾ പഠിച്ചത് എക്സൻ എന്താണ്? എക്സൻ എന്ന് വെച്ചാൽ നമുക്കറിയാം ലാസ്റ്റ് ടേം. എക്സൻ എന്ന് പറഞ്ഞാൽ ലാസ്റ്റ് ടേം അറിയാം. ലാസ്റ്റ് ടേമാണ് നമ്മൾ പഠിച്ചത്. ലാസ്റ്റ് ഒരു സീക്വൻസിലെ അവസാന സംഖ്യയ്ക്കാണ് നമ്മൾ എക്സൻ എന്ന് പറയുന്നത്. അത് നമുക്ക് എല്ലാവർക്കും അറിയാം. ഇനി അടുത്തതായി നമ്മൾ പഠിച്ചത് എൻ എന്താണ്? എൻ എന്ന് വെച്ചാൽ നമുക്കറിയാം ഒരു സീക്വൻസ് നമുക്ക് തരികയാണ്, സമാന്തര ശ്രേണി നമുക്ക് തരികയാണ്. 1 തുടങ്ങി 1, 2, 3, 4, 5, 6, 7, 8 അല്ലെ അങ്ങനത്തെ ഏതെങ്കിലും സമാന്തര ശ്രേണി. ആ ശ്രേണിയിൽ എത്ര നമ്പറുണ്ട്, ആകെ എത്ര സംഖ്യകളുണ്ട് അതിന് സൂചിപ്പിക്കുന്ന അക്ഷരമാണ് എൻ. അപ്പം നമ്മൾ പഠിച്ചത് എഫ് പഠിച്ചു, ഡി പഠിച്ചു, എക്സൻ പഠിച്ചു, എൻ പഠിച്ചു. അതേപോലെ തന്നെ സൂചിപ്പിക്കുന്ന മറ്റൊരു രൂപങ്ങളാണ് x1, x2, x3, x4. x2 എന്ന് പറഞ്ഞാൽ എന്താ? രണ്ടാമത്തെ സംഖ്യയ്ക്ക് പറയുന്ന പേരാണ്. രണ്ടാം പദം അല്ലെ സെക്കൻഡ് ടേം. മൂന്നാം സംഖ്യയ്ക്ക് തേർഡ് ടേം അല്ലെങ്കിൽ x3 മൂന്നാം പദം എന്ന് പറയും. ഇതൊക്കെയാണ് നമ്മൾ ആദ്യത്തെ ഭാഗത്തെ ക്ലാസ്സുകളിലൊക്കെ നമ്മൾ 1, 2 ക്ലാസ്സുകളിലായിട്ട് കൂടുതലായിട്ട് പഠിച്ചത്. അത് കഴിഞ്ഞ് നമ്മൾ പഠിച്ച കാര്യമാണ് ബീജഗണിത രൂപം അഥവാ അരിതമാറ്റിക് സീക്വൻസിലെ ആൽജിബ്രായിക് ഫോം കാണാനാണ് പഠിച്ചത്. ആൽജിബ്രായിക് ഫോം കാണാൻ നമ്മൾ പഠിച്ചത് ഒരു ഇക്വേഷൻ ഒക്കെ പഠിച്ചിരുന്നു. നമ്മൾ എന്തായിരുന്നു ഇക്വേഷൻ? നമ്മൾ പഠിച്ച ഇക്വേഷനാണ് xn ഈക്വൽ ടു എന്തായിരുന്നു? f പ്ലസ് n-1 ഇൻറ്റു ഡി, n-1 ഇൻറ്റു ഡി. ഈ ഒരു ഇക്വേഷൻ ആയിരുന്നു കഴിഞ്ഞ ക്ലാസ്സിൽ പ്രധാനമായിട്ടും പഠിച്ചൊരു കാര്യം. ഈ പ്രധാനപ്പെട്ട ഒരു ഇക്വേഷൻ തന്നെയാണ്, വളരെ ഇമ്പോർട്ടൻ്റ് ആയ ഒരു ഇക്വേഷനാണിത്. ഇതായിരുന്നു കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ വളരെ ഇമ്പോർട്ടൻ്റ് ആയി പഠിച്ച ഒരു ഇക്വേഷൻ. ഈ ഇക്വേഷൻ തന്നെ മറ്റൊരു രീതിയിൽ നമുക്ക് മാറ്റി എഴുതാം. എങ്ങനെ മാറ്റി എഴുതാം? എൻ ഡി പ്ലസ്
എഫ് മൈനസ് ഡി, എൻ ഡി പ്ലസ് എഫ് മൈനസ് ഡി. ഈ ഇക്വേഷൻ തന്നെ മാറ്റി എഴുതാം, ഇങ്ങനെയും മാറ്റി എഴുതാം. അപ്പോൾ നമുക്കറിയാം ഈ ഒരു ഇക്വേഷൻ, രണ്ട് ഇക്വേഷൻ ഒന്ന് തന്നെയാണ്, എൻ ഡി പ്ലസ് എഫ് മൈനസ് ഡി. നമുക്ക് കുറച്ചും കൂടി സിമ്പിളായിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന ഇക്വേഷനാണ് എൻ ഡി പ്ലസ് എഫ് മൈനസ് ഡി. ഈ ഇക്വേഷൻ നമുക്ക് ആൽജിബ്രായിക് ഫോം കാണാൻ വളരെ ഹെൽപ്ഫുള്ളാണ്. നമുക്ക് എന്താണ് ഇത് ഉപയോഗിച്ച് ചെയ്യുമ്പോൾ നമുക്ക് ഒരു ബുദ്ധിമുട്ടും ഇല്ലാതെ പെട്ടെന്ന് ആൽജിബ്രായിക് ഫോം കാണാൻ സാധിക്കുന്നതാണ്. അപ്പോൾ നമുക്ക് നോക്കാം. ആൽജിബ്രായിക് ഫോം കാണാൻ നിങ്ങൾക്ക് അറിയാമെന്ന് വിചാരിക്കുന്നു. അല്ലെങ്കിൽ ഒരു ക്വസ്റ്റ്യൻ കൂടി ഞാൻ എക്സാമ്പിൾ തരാം. 7, 10, 13, 16 ഈ ഒരു സീക്വൻസിൻ്റെ ആൽജിബ്രായിക് ഫോം കണ്ടുപിടിക്കണം. ഈ ഒരു സീക്വൻസിൻ്റെ ആൽജിബ്രായിക് ഫോം കണ്ടുപിടിക്കാൻ നമുക്ക് വേണമെങ്കിൽ എക്സ് എൻ ഈസിക്കൽ ടു എൻ ഡി പ്ലസ് എഫ് മൈനസ് ഡി എന്ന ഇക്വേഷൻ എഴുതി. ഈ ഒരു ഇക്വേഷൻ എഴുതിയിട്ട് നമുക്ക് എന്ത് ചെയ്യാം? എൻ ഡി, എൻ നമുക്കറിയില്ല. ഈ സീക്വൻസിൽ ആകെ എത്ര സംഖ്യകളുണ്ട് നമുക്കറിയോ? ഇല്ല. അപ്പോൾ എൻ ഡി എന്ന് പറഞ്ഞാൽ നമുക്കറിയാം എത്ര വെച്ചാൽ കൂടി വരുന്നത്? 3 വെച്ച്. അപ്പോൾ എന്ന് പറഞ്ഞാൽ ഡി എന്ന് പറഞ്ഞാൽ 3 പ്ലസ് എഫ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം എഫ് ആദ്യ സംഖ്യ എത്രയാണ്? 7. ഡി എന്ന് പറഞ്ഞാൽ നമുക്കറിയാം 3 തന്നെയല്ലേ? 3. അപ്പോൾ നമുക്ക് കിട്ടുന്നത് എൻ ഇൻറ്റു 3, 3n. 7 മൈനസ് 3 4. അപ്പോൾ നമുക്കിതിൻ്റെ ബീജഗണിത രൂപം, അതായത് ആൽജിബ്രായിക് ഫോം 3n + 4 എന്നാണ് കിട്ടിയത്. ഇതാണ് ഇതിൻ്റെ ആൽജിബ്രായിക് ഫോം. ഇനി നമുക്ക് ഈ ആൽജിബ്രായിക് ഫോമിനെ തന്നെ ടെക്സ്റ്റ് ബുക്കിൽ വളരെ സിംപ്ലിഫൈ ആയി കൊടുത്തിട്ടുണ്ട്, വളരെ ചെറുതാക്കി നമുക്ക് കൊടുത്തിട്ടുണ്ട്. അത് എക്സ് എൻ ഈസിക്കൽ ടു, നമുക്ക് ആൽജിബ്രായിക് ഫോം എഴുതാനുള്ളൊരു മെത്തേഡാണ് an + b എന്ന് കൊടുത്തിട്ടുണ്ട്. an + b. അപ്പോൾ എന്താണ് ഈ എ, എന്താണ് ഈ ബി, എന്താണ് എ, എന്താണ് ബി, അതിനെക്കുറിച്ചാണ് ഈ പറയാൻ പോകുന്നത്. ടെക്സ്റ്റ് ബുക്ക് കൊടുത്ത സംഭവമാണ് എക്സ് എൻ ഈസിക്കൽ ടു an + b. അപ്പോൾ എന്താണ് എ, എന്താണ് ബി? എ എന്ന് പറഞ്ഞാൽ എന്താണ്? ഡി ആണ്. എ എന്ന് പറഞ്ഞാൽ നമുക്ക് ഡിക്ക് പറയുന്ന പേരാണ്, ഈ ഒരു ഇക്വേഷനിൽ ഡിക്ക് പറയുന്ന പേരാണ് എ. അതേപോലെ എന്താണ് ബി? ബി എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് ടേമിൽ നിന്ന് കോമൺ ഡിഫറൻസ് മൈനസ് ചെയ്ത് ആ കിട്ടുന്ന ഉത്തരത്തിനാണ് നമ്മൾ എന്ത് പറയുന്നത്? ബി എന്ന് പറയുന്നത്. ഫസ്റ്റ് ടേമിൽ നിന്ന് ആ കോമൺ ഡിഫറൻസ് കുറച്ച ഉത്തരത്തിനെയാണ്. ഇത് നമുക്ക് യൂസ് ചെയ്യണം നിർബന്ധമൊന്നുമില്ല, നമുക്ക് എളുപ്പമാണിത്. എ എന്ന് സൂചിപ്പിക്കുന്നത് ഡി എ ആണ്, ബി എന്ന് സൂചിപ്പിക്കുന്നത് എഫ് മൈനസ് ഡി. അപ്പോൾ നമുക്ക് ഈ ഇക്വേഷൻ്റെ ഈ ഒരു ചോദ്യത്തിൻ്റെ തന്നെ ആൽജിബ്രായിക് ഫോം കാണണമെന്ന് വിചാരിക്കാം. അപ്പോൾ നമുക്ക് നമ്മൾ അറിയുന്ന ഇക്വേഷൻ എക്സ് എൻ ഈസിക്കൽ ടു an + b ആണ്. അപ്പോൾ എ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ഡി അല്ലേ? ഡി എത്രയാണ്? 3. അപ്പോൾ 3n. പിന്നെ അടുത്ത പ്ലസ് ബി, ബി എന്ന് പറഞ്ഞാൽ നമുക്കറിയാം എഫ് മൈനസ് ഡി. എഫ് എന്ന് പറഞ്ഞാൽ 7, 7 മൈനസ് ഡി എന്ന് പറഞ്ഞാൽ 3, 7 മൈനസ് 3 4. അപ്പോൾ ഇതാണ് നമ്മുടെ എക്സ് എൻ കാണാനുള്ള ഈ രീതി ഉപയോഗിച്ചും കാണാം. അപ്പോൾ ഇത് നിങ്ങൾ ടെക്സ്റ്റ് ബുക്ക് കൊടുത്തിരിക്കുന്ന വളരെ ഒരു സിംപ്ലിഫൈ ചെയ്തൊരു മെത്തേഡാണ്, വളരെ സിമ്പിളായ ഒരു മെത്തേഡാണിത്. അപ്പോൾ നമുക്ക് വേണമെങ്കിൽ ഈ ഒരു ഇക്വേഷൻ ഉപയോഗിച്ചും നിങ്ങൾക്കിത് ചെയ്യാം. അപ്പോൾ നമ്മൾ പ്രധാനമായിട്ട് ആ ഇക്വേഷനാണ് പഠിക്കേണ്ടത്. ഇത്രയും ഭാഗത്ത് നമുക്ക് ഏറ്റവും പ്രധാനപ്പെട്ടതാണ് ഇക്വേഷൻ. നമുക്ക് ആ ടേംസ് ഒക്കെ അറിയാമെങ്കിൽ ആ ഇക്വേഷൻ പഠിക്കാൻ യാതൊരു ബുദ്ധിമുട്ടുമില്ല. എൻ ഡി പ്ലസ് എക്സ് എൻ ഈസിക്കൽ ടു എൻ ഡി പ്ലസ് എഫ് മൈനസ് ഡി. nth ടേം കാണാനുള്ള ഇക്വേഷനാണ്. nth ടേം എന്ന് പറഞ്ഞാൽ ആ ഇക്വേഷൻ എന്തിനാണ് ഉപയോഗിക്കുന്നത് കൂടി ഒന്ന് പറയാണ്. ഞാനിപ്പോൾ ഇങ്ങനെ കുറച്ച് നമ്പേഴ്സ് 2, 5, 8 ഇങ്ങനെ പോകുന്ന നമ്പേഴ്സ് ഇതാണ്. ഇത് 3ാം സംഖ്യ. എനിക്ക് ഇതിൻ്റെ 10ാമത്തെ സംഖ്യ കാണണം. 10ാമത്തെ സംഖ്യ കാണണമെങ്കിൽ നമുക്ക് ഇക്വേഷൻ എന്ത് കൊടുത്താൽ മതി? എക്സ് 10 സമം എൻ ഡി പ്ലസ് എഫ് മൈനസ് ഡി എന്നുള്ള ഇക്വേഷൻ. ആദ്യ സംഖ്യയും കോമൺ ഡിഫറൻസും കൊടുക്കുക, എന്ന സ്ഥാനത്ത് 10ഉം കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ആ ഇക്വേഷൻ്റെ ഉത്തരം കിട്ടി. ഇതാണ് ആ ഇക്വേഷൻ കൊണ്ടുള്ള ഉപകാരം. നമുക്ക് എത്രാമത്തെ സംഖ്യയാണോ കാണേണ്ടത് ആ സംഖ്യ കണ്ടുപിടിക്കാൻ ഈ സീക്വൻസിൽ എത്രാമത്തെ സംഖ്യയാണോ വളരെ ശ്രദ്ധിക്കണം. ഇനി അങ്ങോട്ട് തുടർന്ന് നിങ്ങൾക്കിത് കൺഫ്യൂഷൻ ആവാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് ഇവിടുന്ന് തന്നെ നമ്മളത് ഫിക്സ് ആക്കി നമുക്ക് വെച്ച് പോകണം അടുത്ത കാര്യത്തിലേക്ക്. അതുകൊണ്ട് നമുക്ക് എത്രാമത്തെ സംഖ്യയാണോ കാണാൻ വേണ്ടത്, ഈ സീക്വൻസിൽ എത്രാമത്തെ സംഖ്യയാണോ, ഈ ശ്രേണിയിൽ എത്രാം സംഖ്യയാണോ നമുക്ക് ആവശ്യമുള്ളത് ആ സംഖ്യ 10ാമത്തെ സംഖ്യയാണെങ്കിൽ നമുക്ക് ഇതിന് എന്ന സ്ഥാനത്ത് 10 കൊടുത്താൽ മതി. എന്നിട്ട് എന്നും എഫും ഡി ഒക്കെ നിന്ന് കണ്ടുപിടിക്കാം. ഇത് ഉപയോഗിക്കാം. അല്ലാതെ തന്നെ നമുക്ക് പഠിച്ച മറ്റൊരു ഇക്വേഷൻ ഉണ്ട്. എന്തായിരുന്നു? 10ാമത്തെ സംഖ്യ കണ്ടെങ്കിൽ ഒരു ഡി കുറച്ച് പറയാം. അങ്ങനത്തെ ഒരു ഇക്വേഷൻ പഠിച്ചിരുന്നു തൊട്ട് മുമ്പ്, കഴിഞ്ഞ ക്ലാസ് പഠിച്ചിരുന്നു. 10ാമത്തെ ടൈം ആണെങ്കിൽ എഫ് പ്ലസ് 9d. ഇപ്പോൾ 21ാമത്തെ ടൈം ആണെങ്കിൽ എഫ് പ്ലസ് 21ാമത്താണ് എഫ് പ്ലസ് 20d, 20d. 100ാമത്തെ സംഖ്യയാണ് കണ്ടുപിടിക്കേണ്ടതെങ്കിൽ നമുക്ക് പെട്ടെന്ന് തന്നെ ഈ ഇക്വേഷൻ ഇല്ലാതെ തന്നെ നമുക്ക് ഇക്വേഷൻ ഉണ്ടാക്കാൻ പറ്റും. എഫ് പ്ലസ് 99d, 99d. എല്ലാത്തിനും ഒരു ഡി കുറയ്ക്കുക. എഫ് പ്ലസ് എത്രയാണോ വേണ്ടത് അതിൻ്റെ ഒന്ന് കുറച്ചിട്ട് ഡി. അത് എനിക്ക് 998ാമത്തെ ടേമാണ് കാണേണ്ടത്. 8ാമത്തെ പദം കാണണം. എക്സാമിന് ചോദിക്കുക ഈ സീക്വൻസിലെ 998ാമത്തെ സംഖ്യ എത്രയാണ്. അങ്ങനെ ചോദിക്കുമ്പോൾ നമുക്ക് എന്ത് ചെയ്യാം? നേരിട്ട് നമുക്ക് എന്ത് ചെയ്യാം? എഫ് പ്ലസ്
എന്ത് ചെയ്യുക, 998 ആണെങ്കിൽ 997D അങ്ങനെ എഴുതി കൊടുത്താൽ മതി. അപ്പോൾ നമുക്ക് ആ ഒരു കാര്യം വ്യക്തമായി എന്ന് വിചാരിക്കുന്നു. ഇനി ഞാൻ പറയാൻ പോകുന്ന കാര്യം, മറ്റൊരു കാര്യം നമുക്കറിയാം x2 എന്ന് പറഞ്ഞാൽ x1നോട് എന്ത് കൂട്ടിയതാണ്? ഒരു d കൂട്ടിയതല്ലേ? അത് x1 എന്ന് പറഞ്ഞ സംഖ്യ നമുക്കിങ്ങനെ ചെയ്യുന്നത് 2, 3, 2, 5, 8 ഇങ്ങനെ പോകുന്നൊരു സീക്വൻസ്. അതിനോട് x2 എന്ന് പറഞ്ഞാൽ, രണ്ടാം സംഖ്യ എന്ന് പറഞ്ഞാൽ x1നോട് എത്ര കൂട്ടിയതാണ്? കോമൺ ഡിഫറൻസ് കൂട്ടിയതല്ലേ? പൊതുവ്യത്യാസം കൂട്ടിയതല്ലേ? x1നോട് d കൂട്ടിയതെന്ന് പറയാം. ശരിയല്ലേ? അപ്പം നമുക്ക് x4 ആണ് കാണുകയായിരിക്കാം. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം? x1നോട് എത്ര കൂട്ടിയതാണ്? ഒരു 3d കൂട്ടിയതല്ലേ? നമ്മൾ പഠിച്ചതാണ്. x1 ഒരു d കുറച്ച് പറഞ്ഞാൽ മതി. x4 ആണെങ്കിൽ x1 പ്ലസ് 3d. x9 ആയിരുന്നെങ്കിൽ നമുക്ക് എത്രയായിരുന്നു? x1 പ്ലസ് 8d. ഇതൊക്കെ എന്ത് കാണുന്ന ഇക്വേഷനാണ്? ഒരു സീക്വൻസിൻ്റെ ഇങ്ങനെ സീക്വൻസ് എഴുതുകയാണെങ്കിൽ ആ സീക്വൻസിൽ ഏതെങ്കിലും സംഖ്യ, ഇതിപ്പോൾ 9ാമത്തെ സംഖ്യ കാണാനുള്ള ഇക്വേഷനാണിത്. ഇത് 4ാമത്തെ സംഖ്യ കാണാനുള്ള ഇക്വേഷനാണ്. ഒരു 50ാമത്തെ സംഖ്യ കാണാനുള്ള ഇക്വേഷൻ നിങ്ങളോട് ചോദിച്ചാൽ 50 അപ്പോൾ കാണാനുള്ള ഇക്വേഷൻ നിങ്ങളോട് ചോദിച്ചാൽ എന്താണ് നിങ്ങൾ എഴുതുക? x1 പ്ലസ് 49d എന്ന് എഴുതിയാൽ മതി. ഓക്കെ, റെഡിയാണ്. പക്ഷേ ഞാൻ ചോദിക്കുന്ന കാര്യം ഇതാ, x4 നിന്ന് x2 കുറച്ചാൽ എത്രയാണ്? x4 നിന്ന് x2, അതായത് 4ാമത്തെ സംഖ്യയിൽ നിന്ന് 2ാമത്തെ സംഖ്യ കുറച്ചാൽ എത്രയാണ്? 4 ശ്രേണിയിലെ 4ാമത്തെ സംഖ്യയിൽ നിന്ന് 2ാമത്തെ സംഖ്യ കുറച്ചാൽ എത്രയാണ്? ഇങ്ങനത്തെ ചോദ്യവും വളരെ എളുപ്പമാണ്. 4ാം സംഖ്യയിൽ നിന്ന് 2ാം സംഖ്യ കുറച്ചാൽ എത്രയാണ്? നമുക്ക് അവിടെ നോക്കാം. അതിന് ഉത്തരം നിങ്ങൾക്ക് തന്നെ പറയാൻ പറ്റും. കാരണം ഞാൻ ഇതിന് x1 ഇങ്ങോട്ട് എടുക്കുകയാണ്. അപ്പോൾ x9 കുറയ്ക്കണം, എന്താ വരിക? ഈ x1 പ്ലസ് x1 സമത്തിൻ്റെ ഇങ്ങോട്ട് വരുമ്പോൾ -x1 എന്നാവും. -x1 = എന്താ വരുന്നത്? 8d എന്നാണ് വന്നത്. 8d എന്നാണ് വന്നത്. ശരിയല്ലേ? നോക്കൂ, x9 - x1, അപ്പോൾ 9 - 1 8d. അതേപോലെ ഇവിടെ നോക്കാം, x4 - x1 സമം അവിടെ ബാക്കി എന്താ ഉണ്ടാവുക? 3d. അപ്പോൾ നോക്കണേ, 4 - 1 3d. അപ്പോൾ നമുക്ക് ഈ ടേംസ്, രണ്ട് സംഖ്യകൾ തമ്മിൽ കുറയ്ക്കുമ്പോൾ നമുക്ക് എന്താ കിട്ടുന്നത്? കോമൺ ഡിഫറൻസാണ് കിട്ടുന്നത്. കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞു തന്നിട്ടുണ്ട് എങ്ങനെയാണ് കോമൺ ഡിഫറൻസ് കണ്ടുപിടിക്കേണ്ടതെന്നൊക്കെ പറഞ്ഞു തന്നിട്ടുണ്ട്. അത് വ്യക്തമായി മനസ്സിലാക്കണം. കാരണം കോമൺ ഡിഫറൻസിനെ കുറിച്ച് യാതൊരു സംശയം ഉണ്ടാകാൻ പാടില്ല. കഴിഞ്ഞ ക്ലാസ്സിൽ കോമൺ ഡിഫറൻസ് കണ്ടുപിടിക്കേണ്ട ഏതെങ്കിലും 2 ടേംസ്, നമുക്ക് ഈ സീക്വൻസിൽ ഏതെങ്കിലും 2 ടേംസ് തന്നാൽ നമുക്ക് കോമൺ ഡിഫറൻസ് കണ്ടുപിടിക്കാൻ നിർബന്ധമായ അറിഞ്ഞിരിക്കണം. ആ കാര്യമാണ് കഴിഞ്ഞ ക്ലാസ് പഠിച്ചിരിക്കുന്നത്. അപ്പോൾ x4 ന് x2 കുറച്ചാൽ എത്രയാണ് കിട്ടുക? നമുക്കറിയാം 2 കുറച്ചാൽ 2d ആണ് കിട്ടുക. ഓക്കെ, ഇനി ഞാൻ പറയുന്ന ഒരു കാര്യം കൂടി നിങ്ങൾക്ക് മനസ്സിലാൻ വേണ്ടി പറയാണ്. നിങ്ങൾക്ക് വ്യക്തമാകാൻ വേണ്ടി മാത്രം പറയുന്ന ഒരു കാര്യമാണ്. ഇത്രയും കാര്യങ്ങൾ അറിഞ്ഞിരുന്നാൽ മാത്രമാണ് അങ്ങോട്ട് നമുക്ക് പെട്ടെന്ന് പറയുന്ന കാര്യങ്ങൾ ക്യാച്ച് ചെയ്യാൻ സാധിക്കുക, നമുക്ക് പെട്ടെന്ന് മനസ്സിലാവുകയുള്ളൂ. അതുകൊണ്ട് ഒരു കാര്യം കൂടി ശ്രദ്ധിക്കുക. എനിക്ക് x4 അറിയാം. എനിക്ക് x4 എന്ന് പറഞ്ഞത് എത്രയാണെന്ന് അറിയാമെന്ന് വിചാരിക്കാം. എന്നോടൊരാൾ പറയാണ് x10 കണ്ടുപിടിക്കണം. എത്രയാണ് കണ്ടുപിടിക്കേണ്ടത്? x4 എനിക്ക് അറിയാം. x4 എനിക്കറിയാം. x10 എനിക്ക് കണ്ടുപിടിക്കേണ്ടത്. x10 കണ്ടുപിടിക്കണം. അപ്പോൾ x10 കണ്ടുപിടിക്കാൻ ഞാൻ ചെയ്യേണ്ട ഇക്വേഷൻ, എനിക്ക് വേണമെങ്കിൽ ഏത് ഇക്വേഷൻ ഉപയോഗിച്ച് ചെയ്യാം? f + 9d. ആ ഇക്വേഷൻ വെച്ച് ചെയ്യാൻ പറ്റൂലേ? അല്ലാതെ തന്നെ നമുക്ക് x4 ഉപയോഗിച്ചും ചെയ്യാം. എങ്ങനെയാണെന്ന് വെച്ചാൽ, ഈ x4നോട് 10 തവണ എത്ര കൂട്ടണം? 6 അല്ലേ കൂട്ടേണ്ടത്? 6d കൂട്ടിയാൽ മതി. അപ്പോൾ 6d കൂട്ടിയാൽ മതി. ഇങ്ങനത്തെ ഒരു രീതി കൂടി ഉണ്ട്. അപ്പോൾ നിങ്ങളിത് വ്യക്തമായി മനസ്സിലാക്കിയെടുക്കണം. അതായത് എനിക്ക് x11 കണ്ടുപിടിക്കേണ്ടത്. x20 കണ്ടുപിടിക്കേണ്ടത്. എനിക്ക് അറിയുന്നത്, എനിക്ക് x5 അറിയാം. x5 എന്ന് പറഞ്ഞത് എത്രയാണെന്ന് അറിയാം. അപ്പോൾ x20 കണ്ടുപിടിക്കണമെങ്കിൽ എനിക്ക് എന്ത് ചെയ്താൽ മതി? വേണമെങ്കിൽ f + 90d എന്ന് പറഞ്ഞ ഇക്വേഷൻ ഉപയോഗിച്ചാലും മതി. അല്ലാതെ തന്നെ എന്ത് ഉപയോഗിക്കാം? ഈ x5നോട് എത്ര കൂട്ടിയാലാണ് 20 ആവുക? എത്ര കൂട്ടിയാലാണ്? 15 കൂട്ടിയാലും 20 ആവുക. അപ്പം 15d എന്ന രീതിയിലും നമുക്ക് ചെയ്താലും അതേ ആൻസർ തന്നെയാണ് കിട്ടുക. x-ന് 15d ചെയ്താലും അതേ ആൻസർ തന്നെയാണ് കിട്ടുക. അപ്പോൾ എനിക്ക് മറ്റൊരു എക്സാമിന് ഇങ്ങനെയാണ് ചോദിച്ചത്. x10 നമുക്ക് കണ്ടുപിടിക്കണം. x10 നമുക്ക് കണ്ടുപിടിക്കണം. x15 നമുക്ക് അറിയാം. ഏതാണ് അറിയുന്നത്? റൗണ്ട് ചെയ്ത കാര്യം നമുക്കറിയാം. x15 നമുക്കറിയാം. അങ്ങനെയാണെങ്കിൽ x10 എങ്ങനെ കണ്ടുപിടിക്കും? ഇവിടെ നമുക്ക് അറിയാത്ത കാര്യം, ഇവിടെ 5 ആയിരുന്നു. അപ്പോൾ നമുക്ക് 20ലേക്ക് എത്ര വേണം? 15 കൂടി വേണം. 15d കൂട്ടി.
ഇവിടെ നമുക്ക് എക്സ് 15 എന്ന് എഴുതാം. നമുക്ക് എത്ര കുറയേണ്ടത്? 5 അല്ലേ കുറയേണ്ടത്. അപ്പോൾ 5D എന്ത് ചെയ്താൽ മതി? 5D കുറച്ചാൽ മതി. അപ്പോൾ ഈ ഒരു രീതിയും കൂടി ടേംസ് കാണാൻ നമുക്ക് 2 ടേംസ് കണ്ടാൽ ടേംസ് കാണാൻ ഇപ്പോൾ 5ാം ടേമും ഒരു 4ാം ടേമും തന്നാൽ നമുക്ക് മറ്റൊരു ടേം കാണാൻ അല്ലെങ്കിൽ കോമൺ ഡിഫറൻസ് കാണാൻ ഈ രീതി ഉപയോഗിക്കാം. അല്ലെങ്കിൽ നമുക്ക് 10ാം ടേം കാണാൻ വേണമെങ്കിൽ ഈ രീതി നമുക്ക് ഏത് രീതി വേണമെങ്കിലും ഉപയോഗിക്കാം കേട്ടോ. ഏത് രീതി വേണമെങ്കിലും ഉപയോഗിക്കാം. നമുക്ക് ഈ രീതിയോ അല്ലെങ്കിൽ f+n-1d അല്ലെങ്കിൽ f+9d 10d അങ്ങനെ പറഞ്ഞ സംഭവമല്ലേ, ആ രീതിയും നിങ്ങൾക്ക് ഉപയോഗിച്ച് ഉത്തരം കണ്ടെത്താം. ഇതൊക്കെ ഒന്ന് മനസ്സിലാക്കി വെക്കുക. ഇത് ഉപയോഗിച്ചിട്ടാണ് ഇത് ഒന്ന് ക്യാച്ച് ചെയ്താൽ നമുക്ക് ഇതൊന്ന് മനസ്സിലായാൽ നമുക്ക് ബാക്കിയുള്ള ഭാഗങ്ങളൊക്കെ സിമ്പിളായിട്ട് പറഞ്ഞു പോകാൻ പറ്റുന്നതേ ഉള്ളൂ. അപ്പോൾ അടുത്തതായി ഞാൻ ചെയ്യാൻ പോകുന്നത് ഒരു പ്രത്യേക തരം കണക്കാണ്. വളരെ ശ്രദ്ധിക്കേണ്ട ഒരു കണക്കാണ്. ഞാൻ ഇവിടെ നോക്കാം. ഞാൻ ഇവിടെ സീക്വൻസ് ചെയ്താണ് 2, 5, 8, 11, 3 വെച്ചാണ് കൂടുന്നത്. ഫസ്റ്റ് ടേം 2 ആണെന്നൊക്കെ നമുക്കറിയാം. ഇങ്ങനെ പോയി നമുക്ക് ഇതിൻ്റെ അവസാനത്തെ സംഖ്യ എന്ന് വെച്ചാൽ 98 ആണെന്ന് വിചാരിക്കുക. ഇതിൻ്റെ അവസാന സംഖ്യ എത്രയാണെന്ന് വിചാരിക്കുക? 98. ഈ സീക്വൻസ് ഇവിടെ തുടങ്ങി ഇവിടെ അവസാനിച്ചു എന്ന് വിചാരിക്കാം. ഇവിടെ അവസാനിച്ചു, ഇനി മറ്റൊന്നുമില്ല. 2 തുടങ്ങി 98 അവസാനിച്ചു. അപ്പോൾ നമുക്ക് ഈ ചോദ്യം ഇതാണ്, ഈ സീക്വൻസിൻ്റെ x1 എന്ന് പറഞ്ഞാൽ എത്ര? x1 എന്ന് പറഞ്ഞാലും f എന്ന് പറഞ്ഞാലും 1 ആണ്, x1 എന്ന് പറഞ്ഞാൽ 2 ആണെന്ന് അറിയാം. 1ാം ചോദ്യത്തിൻ്റെ ആൻസർ നമുക്ക് സിമ്പിളായി. 2ാം ചോദ്യത്തിൻ്റെ ആൻസർ ഇതിൻ്റെ കോമൺ ഡിഫറൻസ് എത്ര? d എത്ര? d എന്ന് പറഞ്ഞാൽ ഇത്രയാണ്, 3 വെച്ചാണ് കൂടുന്നത്. ഓക്കെ, 3ാമത്തെ ക്വസ്റ്റ്യൻ ആൻസർ ഇതിൻ്റെ xn എത്ര? xn എന്ന് വെച്ചാൽ നമുക്കറിയാം xn എത്രയാ? അവസാന സംഖ്യ എത്രയാ? xn 98 ആണ്, അത് നമുക്കറിയാം. 4ാമത്തെ ക്വസ്റ്റ്യൻ n എത്ര? ഇതാണ് ക്വസ്റ്റ്യൻ. ഇതിൽ n എത്ര? n എന്ന് പറഞ്ഞാൽ ഈ സീക്വൻസിൽ ആകെ എത്ര സംഖ്യകളുണ്ട്? 1, 2, 3, 4 ഇവിടെയുള്ള സംഖ്യകൾ ഒന്നും തന്നിട്ടില്ല, ഒരുപാട് സംഖ്യകളുണ്ട്. അവസാനിക്കുന്ന എന്തിലാണ്? 98ലാണ്. അപ്പോൾ n എന്ന് പറഞ്ഞാൽ എത്രയാണ്? അപ്പോൾ n കണ്ടുപിടിക്കാൻ ഞാൻ ഇവിടെ ചെയ്യാൻ പോകുന്നത്, ശ്രദ്ധിക്കണം, n കണ്ടുപിടിക്കാൻ എങ്ങനെയാണ് കണ്ടുപിടിക്കാൻ നോക്കണം. n കണ്ടുപിടിക്കാൻ ചെയ്യാൻ പോകുന്നത് അവസാന സംഖ്യയിൽ നിന്ന് ആദ്യ സംഖ്യ എന്ത് ചെയ്യുക? കുറയ്ക്കുക. അവസാന സംഖ്യയിൽ നിന്ന് ആദ്യ സംഖ്യ കുറയ്ക്കുക. അവസാന സംഖ്യയിൽ നിന്ന് ആദ്യ സംഖ്യ n കണ്ടുപിടിക്കാനാണ്. ഈ സീക്വൻസിൽ എത്ര നമ്പർ ഉണ്ടെന്ന് കണ്ടുപിടിക്കാൻ പോവുകയാണ്. അവസാന സംഖ്യയിൽ നിന്ന് ആദ്യ സംഖ്യ കുറയ്ക്കുക. കുറച്ച് കിട്ടുന്ന ഈ ആൻസറിനെ കോമൺ ഡിഫറൻസ് പൊതുവ്യത്യാസം കൊണ്ട് ഹരിക്കുക. കുറച്ച് കിട്ടുന്ന ഈ ആൻസറിനെ പൊതുവ്യത്യാസം കൊണ്ട് ഹരിക്കുക. പൊതുവ്യത്യാസം കൊണ്ട് ഹരിച്ച് നമുക്കൊരു ഉത്തരം കിട്ടും. അപ്പം നമുക്ക് ഒന്നുകൂടി പറയാണ്, 98 അവസാന സംഖ്യയിൽ നിന്ന് ആദ്യ സംഖ്യ കുറയ്ക്കുക. ആ കുറച്ച് കിട്ടിയ സംഖ്യയിൽ നിന്ന് എന്തുകൊണ്ട് ഡിവൈഡ് ചെയ്യുക? കോമൺ ഡിഫറൻസ് കൊണ്ട് ഡിവൈഡ് ചെയ്യുക. കോമൺ ഡിഫറൻസ് കൊണ്ട് ഡിവൈഡ് ചെയ്തിട്ട് ആ കിട്ടിയ ആൻസറോട് 1 കൂട്ടുക. അപ്പോൾ നമുക്ക് ചെയ്ത് നോക്കാം. 98 - 2 96. 96നെ 3 കൊണ്ട് ഹരിക്കുക. ആ ഹരിച്ച് കിട്ടുന്ന ആൻസറിനോട് 1 കൂട്ടുക. അപ്പോൾ അടുത്ത സ്റ്റെപ്പായിട്ട് ഞാൻ ചെയ്യാൻ പോവാണ്. 96ന് 3 32 എന്നാണ് കിട്ടുക. 32 + 1 = 33. അപ്പോൾ നമുക്ക് ആൻസർ കിട്ടിയത് 33 എന്നാണ്. അതായത് ഈ സീക്വൻസിൽ, ഈ അരിതമാറ്റിക് സീക്വൻസിൽ, ഈ സമാന്തര ശ്രേണിയിൽ ആകെ എത്ര സംഖ്യകളുണ്ട്? 33 സംഖ്യകളുണ്ട്. അപ്പോൾ എന്താ ചെയ്യേണ്ടത്? അവസാന സംഖ്യയിൽ നിന്ന് ആദ്യ സംഖ്യ കുറയ്ക്കുക. അതിനോട് എന്തുകൊണ്ട് ഹരിക്കുക? 3 കൊണ്ട്. 3 എന്ന് പറഞ്ഞാൽ കോമൺ ഡിഫറൻസ് കൊണ്ട് ഹരിക്കുക. അതിനോട് 1 കൂട്ടുക. അപ്പോൾ ഞാൻ ഇത് കാണാൻ ഇക്വേഷൻ ഒന്ന് ഇവിടെ എഴുതാൻ പോവുകയാണ്. കാണാൻ നമ്മളെ മറ്റേ ഇക്വേഷനിലെ ഏത് ഇക്വേഷൻ? nd + f - d എന്ന ഇക്വേഷൻ നമുക്ക് ഈ ഇക്വേഷൻ ഉണ്ടാക്കാൻ സാധിക്കും. അപ്പോൾ നിങ്ങൾക്ക് അതിലും കുറച്ചും കൂടി സിമ്പിളായി തോന്നുന്നത് ഈ മെത്തേഡ് ആയിരിക്കാം. അതുകൊണ്ടാണ് ഞാൻ നേരിട്ട് ഇതിൻ്റെ ഇക്വേഷൻ പറയുന്നത്. n = നമ്മൾ എന്താ ചെയ്തു? അവസാന സംഖ്യയിൽ നിന്ന് ആദ്യ സംഖ്യ കുറച്ചു. ആദ്യ സംഖ്യ എന്ന് പറഞ്ഞാൽ ഞാൻ x1 ആണ് എഴുതിയത്. x1 എഴുതിയാലും f എന്ന് എഴുതിയാലും കുഴപ്പമില്ല, രണ്ടും ഒന്ന് തന്നെയാണ്. ഞാൻ വീണ്ടും എടുത്ത് പറയുകയാണ്. കാരണം നിങ്ങൾ പല വീഡിയോയിലും പലതാണ് കേൾക്കുക. ചിലപ്പോൾ f എന്ന് കേൾക്കും, ചിലപ്പോൾ x1 എന്ന് കേൾക്കും, ചിലപ്പോൾ a എന്ന്. അതൊന്നും നോക്കണ്ട. നിങ്ങൾ x1 f ഇതിലേതെങ്കിലും ഒന്ന് യൂസ് ചെയ്യാം. അപ്പോൾ x ഡിവൈഡ് ഇത് രണ്ടും അവസാന സംഖ്യയിൽ നിന്ന് ആദ്യ സംഖ്യ കുറച്ചിട്ട് അതിനെ കോമൺ ഡിഫറൻസ് കൊണ്ട് ഡിവൈഡ് ചെയ്യാം. കഴിഞ്ഞോ? ഇല്ലല്ലോ. വീണ്ടും എന്താ ചെയ്തത്? +1 എന്ത് ചെയ്തു? ആഡ് ചെയ്തു. ഇതാണ് n കാണാനുള്ള ഇക്വേഷൻ. ആ ഒരു സീക്വൻസിൽ ആകെ എത്ര സംഖ്യകളുണ്ട് എന്ന് കാണാനുള്ള ഇക്വേഷനാണ് എന്ത്? അവസാന സംഖ്യയിൽ നിന്ന് ആദ്യ സംഖ്യ കുറയ്ക്കുക. എന്നിട്ട് എന്ത് ചെയ്യുക? d കൊണ്ട് ഹരിക്കുക. +1. അപ്പോൾ ഇതാണ് അരിതമാറ്റിക് സീക്വൻസിലെ n കാണാനുള്ള ഇക്വേഷൻ. ഞാൻ ഇത് ഉപയോഗിച്ച് മറ്റൊരു ക്വസ്റ്റ്യനും കൂടി ചെയ്യാൻ പോവുകയാണ്.
4, 9, 14, 19 ഇങ്ങനെ പോകുന്ന സീക്വൻസ്. ഇത് അവസാനിക്കുന്നത് 99 വിചാരിക്കാം. അവസാനിക്കുന്നത് എന്തിലാണ്? 99. അപ്പോൾ നമുക്ക് ഇതിൽ എത്ര സംഖ്യകളുണ്ടെന്നാണ് കാണേണ്ടത്. അപ്പോൾ എന്നാണ് കാണേണ്ടത്? അത് എന്ന് കാണുന്നതിന് മുന്നേ നമുക്ക് തന്നിരിക്കുന്ന കാര്യങ്ങളെല്ലാം ക്രമമായിട്ട് എഴുതി വെക്കണം. വലത് സൈഡിലോ ഇടത് സൈഡിലോ ക്രമമായിട്ട് എഫ് എത്രയാണ്, ഡി എത്രയാണ്, അപ്പോൾ അതേപോലെ തന്നെ എക്സ് എൻ എത്രയാണ് എന്നൊക്കെ എഴുതി വെക്കണം. അപ്പോൾ എൻ ഈസിക്കൽ നമ്മുടെ എഴുതാം. എഫ് എന്ന് പറഞ്ഞാൽ 4 ഡി എന്ന് പറഞ്ഞാൽ 5 എക്സ് എൻ എന്ന് പറഞ്ഞാൽ 99. അപ്പോൾ ഇവിടെ നോക്കാം, 99 അപ്പോൾ n കാണാൻ ഇക്വേഷൻ എന്താ? എക്സ് എൻ നിന്ന് എക്സ് കൊണ്ട് കുറയ്ക്കുക, അതിനെ ഡി കൊണ്ട് ഹരിക്കുക, +1 കൂട്ടി കൊടുക്കുക. അപ്പം ഇവിടെ നോക്കാം ഈ ശ്രേണിയിൽ എത്ര സംഖ്യകളുണ്ടെന്ന് കിട്ടാൻ. എക്സ് എൻ 99 മൈനസ് എഫ് എന്ന് പറഞ്ഞാൽ 4 ബൈ എത്രയാ? ഡി എന്ന് പറഞ്ഞാൽ 5 പ്ലസ് എത്രയാ? 1. അപ്പോൾ 99 4 കുറച്ച് 95 5 അടിച്ചാൽ എത്രയാണ് കിട്ടുക? 19 എന്നാണ് കിട്ടുക. 19 + 1 എത്രയാണ്? 20. അപ്പോൾ നമുക്ക് ഇതിൻ്റെ ആൻസർ ഈ സംഖ്യയിൽ എത്ര ശ്രേണിയിൽ എത്ര സംഖ്യകളുണ്ടാവും? 20 സംഖ്യകളുണ്ടാവും. അപ്പോൾ നമ്മൾ ഇന്ന് പഠിച്ച കാര്യം വളരെ പ്രധാനപ്പെട്ട കാര്യം തന്നെയാണ്. അപ്പോൾ ഇത്ര കാര്യങ്ങൾ നമുക്ക് എല്ലാ കാര്യവും നമ്മൾ പഠിച്ച എല്ലാ കാര്യവും നമ്മൾ ഈ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്. എന്തൊക്കെയാണ് പഠിച്ചത്, എന്തൊക്കെയാണ് പഠിക്കേണ്ടത്, എല്ലാ കാര്യവും നമ്മൾ ഈ വീഡിയോ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇത്ര കാര്യങ്ങൾ വ്യക്തമായി പഠിച്ചാൽ നമുക്ക് ഇനി ബാക്കിയുള്ള ടെക്സ്റ്റ് ബുക്കിലെ 21 പേജ് കുറച്ച് ക്വസ്റ്റ്യൻ ബാക്കിയുണ്ട്. ആ ബാക്കിയുള്ള ക്വസ്റ്റ്യൻസ് എല്ലാം ചെയ്ത് നോക്കിയാൽ നമുക്ക് ഈ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ ഉപയോഗിച്ച് തന്നെയാണ് ആ ക്വസ്റ്റ്യൻസ് ഒക്കെ ചെയ്തിരിക്കുന്നത്. ആ ക്വസ്റ്റ്യൻസ് ഒക്കെ ചെയ്ത് നോക്കുക. അതിൻ്റെ ആ ക്വസ്റ്റ്യൻസിൻ്റെ മാത്രമായിട്ടുള്ള വീഡിയോ ഞങ്ങൾ അടുത്തതായി നിങ്ങൾക്ക് തരുന്നതായിരിക്കും. എന്തെങ്കിലും ഈ ഭാഗത്ത് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ഞങ്ങളെ യൂട്യൂബിൻ്റെ കമൻറ്റ് ബോക്സിൽ നിങ്ങൾക്ക് രേഖപ്പെടുത്താവുന്നതാണ്. ഞങ്ങൾ എത്രയും പെട്ടെന്ന് തന്നെ അത് പരിഹരിച്ച് തരുന്നതായിരിക്കും. ഓക്കെ, താങ്ക് യു.